നിന്റെ ആംഗിൾസ് ഒക്കെ നന്നായിട്ടുണ്ട്. നോക്ക്, ഫോട്ടോഗ്രാഫിയിൽ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ ആവണമെന്ന് ശരിക്കും നിനക്കൊരു പാഷൻ ആയിരുന്നു അല്ലേ? ഊണിലും ഉറക്കത്തിലും അത് തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ ആഗ്രഹങ്ങൾ, സാഹചര്യങ്ങൾ, ഇപ്പോഴാ എല്ലാത്തിനും ഒരു സമയം എത്തുന്നു. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ, അല്ല ടോണി. അതെ, ഇപ്പോ ഞാനിങ്ങനെ അനുവിന്റെ കൂടെ നടക്കാനും എന്താ എന്ത് അല്ല എന്റെ ടൈം എന്തിനാ ചിരിച്ചത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു എന്റെ ഒരു ടൈം. പിന്നെയും കൗണ്ടർ, ഒരു രക്ഷയില്ല മോളെ. പിടിച്ചു നിൽക്കണ്ടേ മോനെ? ആ വേണം, പിടിച്ചേക്കണം. അല്ല, എത്ര കാലം ഈ ഫീൽഡില്? അറൌണ്ട് 3 years. 3 years. Great. റോയിച്ച, ടോണി അല്ലേ അത്? എവിടെ? അതൊരു പെണ്ണിന്റെ കൂടെ കണ്ടു. പുൽച്ചാടി എപ്പോഴും പുല്ലിന്റെ കൂടെ അല്ലേ കാണുള്ളൂ. അനു, ഇത് റോയിച്ചൻ, എന്റെ ബ്രദറാ. റോയിച്ച, ഇത് അനു. ഞങ്ങള് ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നേ. ഇത് ആനന്ദ്, എന്റെ ഫ്രണ്ടാ. ഇതാണ് നീ പറഞ്ഞ മൂവി മേനിയ അതെ അതെ. സിനിമ പ്രാന്തൻ. ഹലോ, നമസ്കാരം. അപ്പൊ ചാൻസ് വല്ലതും കിട്ടിയോ? കിട്ടിത്തുടങ്ങുന്നു. ആണോ? ഓക്കെ. റോജ, കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നന്നായി പോകുന്നു. ആണോ? ഓക്കെ. ടോണീനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ ഡേ ടൈമില്? പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന്. ആണോ? എന്തായാലും ടോണി ഞങ്ങളുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആണെന്നുള്ള ഒരു സംശയമില്ല. അസത്തോ? എന്താ റോയിച്ച മുഖം വല്ലാണ്ടിരിക്കുന്നെ? ഒന്നുമില്ല, ആദ്യമായിട്ട് ഞാൻ ഇവനെ കുറിച്ച് ഇങ്ങനൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞേക്കുന്നത്. അതാ. പോട്ടെ റോയിച്ച, ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു. അപ്പോ ശരി റോയിച്ച, കാണാം. തിരക്കുള്ള സമയമല്ലേ? അതിന് ഞങ്ങക്ക് തിരക്കൊന്നുമില്ല. നീ പറയണ്ട, കോഫി ഷോപ്പിൽ തിരക്കുള്ള സമയം എനിക്കറിയാം. അത് ശരിയാ, ഭയങ്കര തിരക്കാ ലേഡീസിന്റെ. അതെന്താ? അതവൻ പൊതുവെ പറഞ്ഞെന്നുള്ളൂ. അത് മണ്ടന, എവിടെ കൊണ്ടുപോകാനും പേടിയാ. വാ തുറന്ന റോങ് ഐറ്റംസേ താങ്ങും. അതാ ഞങ്ങളങ്ങോട്ട്. ഓക്കെ, ബൈ. ഓക്കെ, ശരി. ഒരു മിനിറ്റ് റോയിച്ച, ഒരു മിനിറ്റ്. മോനെ ടോണി, നല്ല കവിള്. ദൈവമേ. അയ്യോ, അവന്റെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട്. റോയ് സാറേ, അയ്യോ, കസ്റ്റമർ വന്നു. സാറാ, അയ്യോ, അയാള് പോയി. തിരിച്ച മുഖം കൊണ്ട് കസ്റ്റമേഴ്സിനെ സ്വീകരിക്കണമെന്നാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാദ്യമായിട്ടാ ചിരിച്ചത് കൊണ്ട് ഒരു കസ്റ്റമർ ഓടുന്നത്. എനിക്ക് അവന്റെ മുഖം ഓർത്തോന്നപ്പോഴേ ചിരി അടക്കാനായില്ല. അയ്യോ, അല്ല പിന്നെ എപ്പോ നോക്കിയാലും ഒരു കളിയൊക്കെ ഉള്ളതാ. ഇത്രയും നാളെ ഞാൻ കൊടുക്കേണ്ടിരുന്നതാ നീ കൊടുത്തത്. ഇനി അവനൊന്ന് നോക്കിയേ നിൽക്കും. ഒന്നുമില്ലെങ്കിലും നിന്നെ അവന് പേടിയാണ് എന്നും പറഞ്ഞ ചുമ്മാ തല്ലൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞിട്ട് തല്ലിയാ മതി. 8 എണ്ണയുള്ള ബാക്കി സൂക്ഷിച്ചു വേണം. മനസ്സിലായല്ലോ? ഞാൻ അടി കൊടുത്തിട്ട് അവൻ നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യടാ, ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മതി ബാക്കിയുള്ളവരെ നന്നാക്കല്. മനസ്സിലായ? ശരി, നീ ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മതി നിന്റെ ഉപദേശം. എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അയ്യടാ, നല്ല തമാശ. ആനന്ദേട്ടാ, ഒരു കൈ സഹായം ചെയ്യോ? പിന്നെന്താ, ഇപ്പൊ ഒരു കൈ സഹായം ചെയ്തിട്ടേ ഉള്ളൂ. അയ്യോ, നിനക്കും വേണോ സഹായം? ആനന്ദേട്ടാ, നല്ല കിടിലൻ തമാശ. ഇതൊന്നല്ല മോനെ, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അടിച്ച തമാശ കേട്ടിട്ടേ അടുത്ത ദിവസം കോളേജിൽ ലീവായിരുന്നു. പിന്നെ എന്റെ ജീവിതത്തിലുണ്ടായ ഓരോ തമാശകൾ കേട്ടിട്ടേ അവര് ചിരിച്ച് ചിരിച്ച് ചുമച്ച് ഹോസ്പിറ്റലിലായി. ചേട്ടൻ തമാശ ഒക്കെ പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിയായി വരുന്നുണ്ട്. ഇങ്ങനെ തെളിഞ്ഞ് വരണം. അതെന്താ ഇപ്പൊ ശരിയായില്ലേ? വിഷമിക്കരുത്. ഞാനത് എങ്ങനെ പറയാ? പറ, മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയണം. ആനന്ദേട്ടാ, വളരെ കൂറയാണ് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന പണിക്ക് നിൽക്കുമ്പം ഇത് കേട്ട് ചിരിച്ചില്ലെങ്കിൽ പണി പോകുന്ന കരുതി കോമിക്കോളിലെ തമാശ ഓർത്താ ഞാൻ പലപ്പോഴും ചിരിക്കാറ്. അത്രയും ബോറാണോ? നേഹ പോയ വിഷമത്തിന് ശേഷം ഇപ്പോഴാ റോയ്ച്ചൊന്ന് ചിരിച്ചു കാണുന്നത്. അത് സാരമില്ല സാറാ. ആനന്ദേട്ടൻ ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ ടെൻഷൻ? റോയിച്ചൻ ഇനി ചിരിച്ച് 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 മരിച്ചോളും. ആനന്ദ പൊട്ടാ. ആഹാ,
ഇത് നേരത്തെ പണി കഴിഞ്ഞാ? ഇല്ല, നേരത്തെ കിട്ടിയ ഒരു പണിയുടെ കണക്ക് തീർക്കാൻ വന്നതാ. നിനക്ക് 100 ആയുസാ. ഞാൻ ഇപ്പൊ നിന്നെ പറ്റി ആലോചിച്ചേ ഉള്ളൂ. നീ എന്താ ആലോചിച്ചത്? അല്ല, ഒന്നാമത്തെ അടി കർണക്കുറ്റി നമ്പർ 1-ലാണല്ലോ തന്നത്. രണ്ടാമത്തെ അടി കർണക്കുറ്റി നമ്പർ 2-ലും. ഒരേ സൈഡിൽ സ്ട്രെയിൻ ചെയ്താ നിന്റെ ഗ്ലാമർ കൂടും. അതുകൊണ്ട് ഞാൻ ആ അടീനെ പറ്റി ഒന്ന് ചാർട്ട് ചെയ്യായിരുന്നു. അടി? നീ ഇത് പണിയുടെ കാണിച്ചത്? തമാശയൊക്കെ വേണം, അത് നമ്മൾ മാത്രമുള്ളപ്പോ. ആ അനുവിന്റെ മുമ്പിൽ വെച്ച് വെറുതെ അയ്യോടാ, അനുന്റെ മുമ്പിൽ വെച്ച തല്ലിയത്? ആ അടിച്ച് ചെവിക്കല്ല് പൊളിച്ചു. ഏത് കഷ്ടകാലത്തിനാണോ ഞാൻ ബെറ്റ് വെച്ചത്, ഓർത്തിട്ട് എന്നെ പേടിയാവുന്നു. ഈ തല്ലി പേടിച്ച് എന്തിനാ? ബെറ്റ് വെക്കുമ്പോ ഓർക്കണമായിരുന്നു. ഈയടെ എനിക്ക് അവന്റെ തല്ലുള്ള ആളെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഓരോ തവണ അവൻ അടിക്കുമ്പോഴും അത് ബെറ്റാണെന്ന് ഓർത്ത് സഹിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിട്ടാ. എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചടിക്കണമെന്ന് തോന്നിയാ കഥാനായകന്റെ കഥ അതോടെ കഴിയും. അവനെ എങ്ങാനും നീ ഇതിന്റെ പേരിൽ ഒരടി തിരിച്ചടിച്ച 2 അടി നിനക്ക് പെനാൽറ്റി വരും, ഓർത്തോ? ഇതെന്തോ നിയമം? ഒന്നുമില്ലെങ്കിൽ എന്നെ ഓഫീസിൽ നിന്ന് മാറ്റി അടിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒറ്റടി തെപ്പടി നടി. അത് ശരിയാവില്ല. ഇൻസ്റ്റാൾമെന്റാ നല്ലത്. ഞാൻ ഇനി ഇവിടെ വിട്ട് പോവാൻ പോണില്ലടാ. നിനക്കുള്ളത് തന്നേ ഞാൻ പോവും. പോരെ? നീ ഓർത്ത് വെച്ചോടാ, നീ എന്തെങ്കിലും എന്റെ കയ്യിലൊന്ന് കേറും. പറഞ്ഞതിന് നന്ദി. ഞാൻ മറന്നിരിക്കായിരുന്നു. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ആ പെറ്റ് കണ്ടുപിടിച്ചവനെ എങ്ങനെ എന്റെ കൈ കിട്ടിയ. നീ അവനോടും ബെറ്റ് വയ്ക്കും, അല്ല എന്താ? അടി റോയിച്ച ഹൈഫൈ. എന്ത് ഫൈ? ഹൈഫൈ തൽക്കാലം സമയമില്ല. അത് ശരി, റോയിച്ചൻ പോവാണല്ലേ? ഒരു ഹൈഫൈ കിട്ടാതെ ഞാൻ ഈ കൈ താഴ്ത്തുന്ന പ്രശ്നമില്ല. എന്നാ ഞാനൊന്ന് അടിച്ചാലോ? വേണ്ട, നീ ആ കലിപ്പ് എന്റെ കൈ തീർക്കും. സാറാ, എനിക്ക് സ്വല്പം പണിയുണ്ട്. ഒരു ഹൈഫൈ തരാൻ ഇവിടെ ആരുമില്ലേ? ഡാ സുനിലേ. ഞാൻ അടിക്കാടാ. വേണ്ടാന്ന് പറഞ്ഞില്ലടാ. ആ, ഇതൊരു റെപ്യൂട്ടഡ് കോഫി ഷോപ്പാ. ഇവിടെ എങ്ങനെ നടക്കാൻ പറ്റില്ല. വൈകുന്നേരം വരെ ആരും വന്നില്ലെങ്കിൽ ഞാൻ കേറി അടിക്കും. ദൈവമേ, കൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? എന്നാലും നമ്മൾ തമ്മിൽ എന്തിനാടി പിണങ്ങി? നമ്മളല്ല പിണങ്ങിയത്, ഞാൻ. കാരണം നിനക്ക് നന്നായിട്ടറിയാം. പിന്നെന്തിനാ? അതല്ലടി, അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചായിരുന്നു. ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ മോനിപ്പം ഇത്രയും ഒതുങ്ങിയത്. ഒതുങ്ങാം, എത്ര വേണമെങ്കിലും ഒതുങ്ങാം. എന്റെ മോൾ എന്നോട് പിണങ്ങാതിരുന്നാ മതി. സത്യത്തിൽ ഈ ബ്രേക്കപ്പിൽ നിന്നൊരു വേക്കപ്പ് കിട്ടിയപ്പോഴാണ് എന്റെ മനസ്സൊന്ന് കൂളായത്. അതെ, റോയ്ച്ചിന്റെ പുതിയ ഉത്തരവാ ഇവിടെ റൊമാൻസ് പാടില്ലാന്ന്. ഇങ്ങനെന്തു മനുഷ്യനാ? കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സായി, പിന്നെ ലവർ, അതും ബ്രേക്കപ്പായി. ഇപ്പൊ മറ്റുള്ളവരുടെ റൊമാൻസ് കയറി ഉത്തരവിടാൻ ഇങ്ങനെ ആരാ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അതെ, ഇത് റോയ്ച്ചിന്റെ സ്ഥലവാ. ഇവിടെ റോയ്ച്ചൻ പറയുന്നത് നടക്കൂ. ഓ, റോയിച്ചനെ പറഞ്ഞപ്പോ പെണ്ണിന്റെ വിധം മാറിയ കണ്ടില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും കഷ്ടപ്പാട്. വന്ന് കെട്ടിക്കൊണ്ട് പോ, ആരും ഒന്നും പറയാനില്ല. അതെ, ശരിക്കും അതുകൂടി പറയാനാ ഞാനിവിടെ വന്നേ. ഞാൻ അമ്മയോട് സൂചിപ്പിച്ചു, വീട്ടിൽ ചെറിയ എതിർപ്പൊക്കെ ഉണ്ട്, പക്ഷെ സാരമല്ല. ഇപ്പൊ പാതി സമ്മതത്തില. നീ ഒരു 6 മാസം വെയിറ്റ് ചെയ്, നമുക്കതങ്ങനെ നടത്തിക്കളയാം. ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് മതി. അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഹിഷാം, അതൊരു വാശിയുടെ ആഫ്റ്റർ വെക്റ്റാ. ആ യജ്ഞം മുടക്കല്ലേ. ആ വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ നടക്കട്ടെ. പാവല്ലടി, ഒരു ഹൈഫൈ അല്ലേ? അതെ. ഹിഷാം, നീ കരിങ്കുരങ്ങാണോ? അല്ല അല്ല, ഇവന് ഹൈഫൈ കൊടുക്കുന്നൊരു കരിങ്കുരങ്ങെന്നാണ് ടോണി പറഞ്ഞേക്കുന്നത്. മോനെ ആനന്ദേ, ഈ ഗാംഗിൽ ഇങ്ങനെ ഒരു പേര് വീണ പിന്നെ മരണം വരെ മാറൂല. ആളെ വിട്ടേക്ക്, ബൈ. ആരെങ്കിലും ഒരു ഹൈഫൈ തരണേ. എന്റെ കൈയാണേ വേനിച്ചിട്ട് വയ്യ. ഹിഷാം, അമ്മ എന്തൊക്കെ പറഞ്ഞു? അമ്മ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് എന്തൊക്കെയാ? പാവടി, കഷ്ടം. അവനത് വേണം. അപ്പോ അവിടെ വരെയല്ലേ കാര്യങ്ങള്. കോളടിച്ചല്ലോടി സാറേ. ഹിഷാമിന്റെ സമയം വളരെ മോശമാണെന്ന് തോന്നുന്നു. അതെ, നീ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തീരുമ്പോ തന്നെ ശരിയായിക്കോളൂ. നീ വിഷമിക്കണ്ട. റോയിജ, പരസ്യമൊക്കെ വന്നല്ലോ. റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ഉണ്ട്, കണ്ടിരുന്നോ അത്? പിന്നെ അങ്ങനെ ആനന്ദും അഭിനയിച്ചല്ലേ? അപ്പം മാത്രമല്ല, എപ്പോഴും അഭിനയം തന്നെയാ. ദേ കണ്ടില്ലേ? അതെ, തലയിൽ വെക്കണം. അതെ, നിങ്ങളുടെ പരസ്യമൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അതേക്കുറിച്ച് ഇവരോടൊക്കെ പറയായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അഭിനയം? ഓ, കൊള്ളാം അല്ലെങ്കിൽ അടിപൊളി? ഹിഷാം പറ. ഇതൊന്നും അല്ല ഉത്തരം. സി, ഉത്തരം ഇതിലില്ല എന്നുള്ളതാണ് ഉത്തരം. നീ പറയണ്ട, ഹിഷാം പറ. എന്തായാലും എന്നോട് ഒരാൾ പറഞ്ഞത് ആ പയ്യൻ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അമ്മ. ആരാണ് മണ്ടൻ? ദേവരാജനായിരിക്കും. ഏതാ, ദേവേട്ടനാണോ റോയിച്ച? ഏത്? ആ സെക്രട്ടറിയോ? ഏയ്, എൻ്റെ ഒരു ഫ്രണ്ടാ സെബാസ്റ്റ്യൻ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ആളൊന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ പോരാ.
അത് പോട്ടെ, അഭിപ്രായം പറ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് ആ ഞാനിപ്പോ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട് താങ്ക്സ് ഡാ. ഇവ പോവും, ഹോളിവുഡ് വരെ പോവും. ചാൻസ് ചോദിച്ചു ഹോളിവുഡ് വരെ പോകുമ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവരും ഒന്ന് നിർത്ത്. ഹിഷാം പറ, കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യമായിട്ട് ഞാനിപ്പോ ഇതേക്കുറിച്ച് ആലോചിക്കായിരുന്നു. ആ ശരി, ഇഷ്ടപ്പെട്ടോ അതോ കൊള്ളായിരുന്നോ? അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് ബൈ, നിങ്ങൾ കഥ പറയല്ലേ? ഇഷ്ടപ്പെട്ടോ അതോ അടിപൊളിയായിരുന്നോ? അത് പിന്നെ ചീ, നിർത്തണം. ഹിഷാം പറ, ശരിക്കൊരു ഉത്തരം പറ. അതിപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് എന്താന്ന് വെച്ചാ ഞാനിപ്പോ പറയുകയാണെങ്കിൽ മതിയാക്ക്. ഇനി നിന്റെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഒരു വശത്ത് കൈ, മറ്റേ വശത്ത് കളിയാക്കല്. ഓ, നിങ്ങളൊക്കെ മൃഗീയ വാസമുള്ളവരാണ്. 10 വയസ്സ് ചെലവില്ലാത്തൊരു ഹൈഫൈ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തരാൻ ഇവിടെ പറ്റുന്നില്ല. ആ സുല്ലേ, ഹൈഫൈ താടാ. ഹൈഫൈ കൊടുത്താ അവന്റെ ജോലി. അയ്യോ ഇല്ല, കൊടുക്കില്ല. ഒരു ഹൈഫൈ താടാ പ്ലീസ്. ഒരാളിങ്ങനെ പണിയെടുത്ത് ജീവിക്കണ തീരെ സഹിക്കണില്ലല്ലേ. നീ എന്നെ തല്ലുമല്ലടാ, അനുഭവിക്കേ. എനിക്ക് വയ്യ, ആരെങ്കിലും ഒരു ഹൈഫൈ തരണേ. അച്ചോ, പാവം. ഒരു കാര്യമില്ലാണ്ട് മേടിച്ച പണിയാ. അല്ലെങ്കിൽ ഈ കോഫി ഷോപ്പിൽ എന്താ തിരക്ക്? ഇപ്പൊ എന്തൊരു ശാന്തത. ചാവുന്നതിന്റെ മുമ്പ് ആരെങ്കിലും ഒരു ഹൈഫൈ തരാൻ ഉണ്ടാവോ തമ്പുരാനെ? ഓ അളിയ, ആദ്യം ഹൈഫൈ എന്നിട്ട് പരിചയപ്പെടാം. സോറി. ഒരു പുണ്യം ചെയ്തിട്ട് പോടോ, ചെയ്ത പാപങ്ങളൊന്നും തീരട്ടെ. അതെ, ഭ്രാന്താണെങ്കിലേ ആശുപത്രി പോയി കിടക്കണം. അല്ലാതെ വായി തോന്നണം പറഞ്ഞാലേ ഭാര്യ ഞാൻ നിലത്തടി ഓർത്തോ. അലവലാതി. ഇതിൽ നല്ല ചാവുന്നതായിരുന്നു. ആ ടോണി, ഒരു ഹൈഫൈ എന്നിട്ട് പോടാ. എന്താ ടോണി? പിന്നെ വാ, പോവാം. ഏ? ഒരു ഹൈഫൈ എന്നിട്ട് പോടാ. ഇന്നത്തെ സ്റ്റോക്ക് തീർന്നു. ഒരു ദിവസം ഒരാൾക്കേ കൊടുക്കുള്ളൂ. നാളെ തരാട്ടാ. ബൈ. പന്നിക്കുട്ടി കൊണ്ടിട്ട് പോന്നാണ്ടില്ലേ, ഹോട്ടലിൽ വേസ്റ്റ് എടുക്കാൻ നേരം ഉണ്ടാവും. അതിന്റെ പോക്ക. ഞാൻ അവിടെ വെച്ച് ഒന്ന് പറഞ്ഞിരാന്ന് കരുതി എല്ലാവരോടും പറഞ്ഞു നടക്കണ്ട കേട്ടോ. ആ നമ്മുടെ ഫ്രണ്ട്സിനോടല്ലേ പറഞ്ഞ, അതിന് പിന്നെ അത് വേണ്ടെന്നാ പറഞ്ഞ. 6 മാസം കൊണ്ടൊന്നും കല്യാണം നടക്കില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല, പ്ലാൻ ചെയ്ത് പോലും ഇല്ലാതെ. ഓ, പിന്നെ അപ്പൊ നിനക്ക് ഞാൻ ആലോചിക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ സമയം വേണം, അതാ പറയണല്ലേ. എഴുതാപ്പുറം വായിക്കലേ ഈശാം. എനിക്ക് മൈൻഡ് സെറ്റ് ആണോ ടൈമാണ് ഞാൻ ചോദിച്ചത്. അത് ശരി. അപ്പൊ നിങ്ങൾ കൂടി ആലോചിക്കാതാണ് തീരുമാനം എടുത്തതല്ലേ? കല്യാണം എന്നൊക്കെ പറയുമ്പോ അതുപോലെ ആലോചിച്ച് ഉറപ്പിച്ചെടുക്കേണ്ടല്ലേ? ഇപ്പൊ ഒരുപാടൊക്കെ ആലോചിച്ചിട്ട് എന്തിനാ? കുറച്ച് കഴിയുമ്പോ ഡിവോഴ്സ് ആകാനുള്ളതല്ലേ? എന്താ? അല്ല, റോഹിച്ചൻ തന്നെ ആലോചിച്ചുറപ്പിച്ചിട്ടൊക്കെ വിവാഹം കഴിച്ചിട്ട് എന്തായി? ഡിവോഴ്സ് ആയില്ലേ? ഈ കല്യാണം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ അട്ടർ ഫ്ലോപ്പാ. 100-ൽ 1 കേസല്ലേ, എല്ലാം അങ്ങനെ ആവണമെന്നില്ലല്ലോ. പക്ഷേ തീരുമാനിച്ച ബന്ധങ്ങളല്ലേ കൂടുതലും നിലനിൽക്കുന്നത്. മോളെ, അത് പോയിന്റ് കൂടെ ഹൈഫൈ. അത് വേണ്ട. നിർബന്ധമായിട്ടും കല്യാണം കഴിക്കണമെന്ന രീതിയൊക്കെ മാറേണ്ട കാലമായി. എല്ലാം മാറി. എന്നിട്ട് ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇവൻ പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നല്ലവണ്ണം ആലോചിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കും. ആളായിട്ട് എന്തെങ്കിലും സഹായം, അതിനി പണമായിട്ടും വേണമെങ്കിൽ ഞാനുണ്ട്. റോയിച്ച, നല്ല കിടിലൻ ഡയലോഗ്. അടി റോയിച്ച, ഹൈഫ്. ഒന്ന് പോയാലോ. ഓക്കെ, റോഹിച്ചൻ പറഞ്ഞാ ശരി, അതങ്ങനെ തന്നെ മതി. എല്ലാം ശരിയായി ലൈഫിൽ സെറ്റായതിനു ശേഷം മതി കല്യാണം. ഒരു ഹൈഫൈ തരുമോ മോനെ ആനന്ദേ? ഞാൻ കുറച്ച് മൂഡ് ഓഫാ, ഇല്ലെങ്കിൽ സത്യമായി ഞാൻ നിനക്ക് തന്നേനെ. ആരുടെ നിർബന്ധത്തിന് വഴങ്ങി ആര് തീരുമാനം മാറ്റണ്ട. എനിക്കിപ്പ കല്യാണം വേണ്ട, അതാ എന്റെ തീരുമാനം. ഇവക്കൊക്കെ ഒരു ഹൈഫൈ എന്ന് പോയിക്കൂടെ? ഹൈഫൈ ഇല്ലാതെ ലൈഫിൽ എന്താഘോഷം? ഞാനത് പറഞ്ഞെന്ന് കരുതി എന്തിനാ നീ ഡെസ്പായ? പിന്നെ ഡെസ്പ് ആവാതിരിക്കോ? നോക്ക് എന്റെ സ്വഭാവം അറിയില്ലേ? അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരാ ഡെസ്പ് ആവാതിരിക്കേ? പോട്ടടാ, അത് വിട്, നമുക്കത് മറക്കാം പ്ലീസ്. മറക്കാം, അത് പോട്ടെ. പക്ഷെ നാളെ ഒരു ഔട്ടിങ്ങിന് നീ വരേണ്ടി വരും. നാളെയല്ലേ? കോഫി ഷോപ്പിൽ നല്ല തിരക്കുള്ള ദിവസം, ഔട്ടിങ്ങിന് പറ്റിയ സമയമാ. വരാം, പോരെ? നാളെ വേണ്ട, മറ്റന്നാളായാലോ? വേണ്ട, അതിന്റെ പിറ്റേ ദിവസം ആവല്ലോ.
അതൊക്കെ. ഓ താങ്ക് യു മോളെ, താങ്ക് യു. അയ്യോടാ സന്തോഷം കണ്ടോ. തീരാറായി. സാറേ ഇഷാമല്ലേ? പോയി നോക്കാം, കിട്ടുമായിരിക്കും. സാറേ ആ? ഈ സന്തോഷത്തിനൊരു ഹൈഫൈ തരുമോ? അയ്യോ പാവം, വാ. ഇതെന്ത് ഇപ്പൊ നടക്കണേ? എന്ത്? കറക്റ്റ് 3 എണ്ണം, 7 എണ്ണം പുറകെ വരുന്നുണ്ട്. ഓ.